ലൈവില് ജാസ്മിൻ വളരെയധികം സങ്കടത്തിലാണ്. ജാസ്മിനും ഗബ്രിയും മാറിയിരുന്ന് സംസാരിക്കുകയാണ്. അവർ രണ്ടുപേരും ഭയങ്കര സെന്റിമെന്റ്സ് ആയിട്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത്. പക്ഷെ അവർ രണ്ടുപേരും മാറിയിരിക്കുന്നത് കണ്ടിട്ട് അവരെ കുറിച്ച് സംസാരിക്കുന്ന മറ്റു ഗ്രൂപ്പിനെയും നമുക്ക് കാണാം, വൈൽഡ് കാർഡുകളുടെ ഗ്രൂപ്പുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ജാസ്മിൻ ഇരുന്ന് കരഞ്ഞും വിഷമിച്ചും ഇരിക്കുകയാണ്. കാരണം മറ്റൊന്നല്ല, സിബിനാണ് അതിനുള്ള കാരണം. ജാസ്മിന്റെ അടുത്ത് വന്നിട്ട് സിബിൻ അതുപോലെ മെന്റലി ഡൗൺ ആവുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ജാസ്മിന്റെ അടുത്ത് വന്ന് പറയുന്നു. അപ്പോ അത് ജാസ്മിനെ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗബ്രിയെ ഉപയോഗിച്ച് ഗെയിം കളിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ജാസ്മിന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജാസ്മിനെ ഗെയിം ഡൗൺ ആക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും അതൊക്കെ കേട്ടുകൊണ്ട് ജാസ്മിൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഗബ്രി അവിടെ നിന്ന് പറയുന്നുണ്ട്, നീ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട ആവശ്യകതയില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ, നീ എന്നെ ഉപയോഗിച്ചിട്ടാണ് ഗെയിം കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കാണത് തോന്നേണ്ടത്. പക്ഷെ അവര് നിന്നെ ഡൗൺ ആക്കുക, നമ്മളെ തമ്മിൽ പിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിനക്കത് എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവാത്തത്, നീ എന്തിനാണത് മനസ്സിലേക്ക് എടുക്കുന്നത് എന്ന് ഗബ്രി ഇവിടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ ഭയക്കുന്നത് സിബിനെയാണ്. സിബിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് അവർ രണ്ടുപേരും പറയുന്നത്. അതുപോലെ തന്നെ ഗബ്രി അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിരുന്നു, നിന്നെ ക്യാപ്റ്റൻ ആക്കിയ സമയത്ത് ഒരുപാട് പേര് ഈ വീട്ടിലുള്ളവർ തന്നെ പഴിക്കും, ഗബ്രി മണ്ടൻ പൊട്ടൻ, ആ ക്യാപ്റ്റൻസി പോലും അവൾക്ക് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നു. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇതിനെടുക്കേണ്ട ആവശ്യകതയുള്ളൂ. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിന്നെ തളർത്തുക, നിന്നെ ഇല്ലാതാക്കുക, നിന്റെ ഗെയിം കളയുക, നമ്മളെ തമ്മിൽ പിരിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് നീ ചെന്ന് വീണു കൊടുക്കല്ലേ എന്ന് പറയുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത്. അപ്പൊ ജാസ്മിൻ കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. മറ്റുള്ളവരെ എല്ലാവരും നോക്കുമ്പോൾ നീ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നു, നമ്മളിവിടെ മാറിയിരിക്കുന്നു, അവർക്ക് ഇപ്പൊ സന്തോഷമാവുന്നുണ്ടാവും, അവരുടെ ഗെയിം വിജയിച്ചു എന്ന് കരുതുന്നുണ്ടാവും എന്നൊക്കെ അവിടെ ഇരുന്ന് ഗബ്രി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഓക്കെ ആവും, ഞാൻ ശരിയാക്കാൻ നോക്കാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ജാസ്മിന്റെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് സിബിൻ എന്ന് പറയുന്നത്. ജാസ്മിന്റെ മാത്രമല്ല ഗബ്രിയുടേതും. ഗബ്രിക്കും പേടിയുണ്ട്. സിബിൻ ഈ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഏറ്റുകൊണ്ട് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് നിന്ന് അകലുമോ എന്നൊരു പേടിയും ഗബ്രിക്കുണ്ട്. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗബ്രിക്കും ജാസ്മിനും ഇപ്പോൾ ആ വീട്ടിലെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സിബിനാണ്.